കോഴിക്കോട് പുളങ്കരയിൽ കാർ മോഷണ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ഈ പ്രതിയെ വാഹനത്തിൽ കയറ്റുന്ന തടഞ്ഞ നാട്ടുകാർ പോലീസിനെ ആക്രമിച്ചു. വാഹനത്തിൻ്റെ ചില്ലുകളും അടിച്ചു തകർത്തു. സംഘർഷത്തിനിടെ പ്രതി രക്ഷപ്പെട്ട് കളഞ്ഞു. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ പ്രതി എവിടെ വരെ പോകും പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച്? ഗുഡ് മോർണിംഗ് SKN. എറണാകുളം ഞാറക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണ സംഘം കോഴിക്കോട്ടെത്തിയത്. കാർ മോഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു. പ്രതിയെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുകയും തുടർന്ന് പൂളങ്കരയിൽ എത്തിക്കൊണ്ട് പ്രതിയെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ഇങ്ങനെ പ്രതിയെ കസ്റ്റഡി എടുത്തുകൊണ്ട് പോകുന്നതിനിടയിലാണ് ഈ പ്രതി നിലവിളിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ ഓടിക്കൂടുന്നു. പോലീസാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. മഫ്തിയിലുള്ള പോലീസുണ്ട്, അതുപോലെ തന്നെ യൂണിഫോമുള്ള പോലീസുമുണ്ട്. പക്ഷേ പോലീസുകാർ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ നാട്ടുകാർ അക്രമം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഞാറക്കൽ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പന്തീരങ്കാവ് പോലീസ് സ്ഥലത്തെത്തുകയും ലാത്തി വീശിക്കൊണ്ട് നാട്ടുകാരെ ഓടിക്കുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിനിടയിൽ ഈ പ്രതി രക്ഷപ്പെട്ടു പോകുന്നു. ഷിഹാബ് എന്നാണ് പ്രതിയുടെ പേര്. കാർ മോഷണ കേസിലെ പ്രതിയാണ്. പ്രതി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് ഞാറക്കൽ പോലീസിന്റെ പരാതിയിൽ പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 100ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും അതുപോലെ തന്നെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതുമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രതിയെ പിടികൂടാനുള്ള ഞാറക്കൽ പോലീസിന്റെയും പന്തീരങ്കാവ് പോലീസിന്റെയും ശ്രമം തുടരുകയാണ്. ഏതായാലും അന്വേഷണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ 100ഓളം പേർക്കെതിരെ ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് SKN. താങ്ക് യു സമീർ സി മുഹമ്മദ്.